ഈ വിന്ററിൽ നിങ്ങൾക്ക് സമ്മർ അനുഭവിക്കുന്നു. നേരെ ബത്ലഹേമിലേക്ക് വരൂ. സമ്മർ ഇൻ ബത്ലഹേമിലേക്ക്. ഇത് ഒരുക്കിയിട്ടുള്ളത് സിബി മലയിലാണ്. 27 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ അവിടേക്ക് വരുന്നത്. ഇതിൽ 5 സൂപ്പർ സ്റ്റാറുകളെ നിങ്ങൾക്ക് കാണാം. 5 സ്റ്റാർസ്: സുരേഷ് ഗോപി, ജയറാം, കലാഭവൻ മണി, മഞ്ജു വാര്യർ, പിന്നെ മോഹൻലാലും. വേണു നാഗവള്ളിയുടെ കഥയ്ക്ക് തിരക്കഥ ഒരുക്കിയത് രഞ്ജിത്ത്. ഊട്ടി, കൊച്ചി, പൂയംകുട്ടി തുടങ്ങിയ സ്ഥലങ്ങളുടെ പ്രകൃതി രമണീയമായ കാഴ്ചകളെ പകർത്തിയിരിക്കുന്നത് സഞ്ജീവ് ശങ്കറാണ്. ആ കാഴ്ചകളെ നമുക്ക് ഏറ്റവും അനുഭവവേദ്യമാക്കി മാറ്റിയത് എൽ ഭൂമിനാഥൻ. രംഗങ്ങളെ രാഗതാളമയമാക്കിയത് വിദ്യാസാഗർ. ഗിരീഷ് പുത്തഞ്ചേരി വരികളും തയ്യാറാക്കി. ഈ ചിത്രത്തിന് വേണ്ടി പണം മുടക്കിയത് കോക്കേഴ്സ് ഫിലിംസിന് വേണ്ടി സിയാദ് കോക്കറാണ്. സിയാദ് കോക്കറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഏതോ മാഗസിനിൽ വായിച്ചതാണ്. ഈ സിനിമയെ ആസ്പദമാക്കി തമിഴില് ലസ ലസ എന്ന സിനിമ പ്രിയദർശൻ എടുത്തിരുന്നു. അത് അനുവാദം വാങ്ങാതെയാണ് എന്നതിനാൽ സിയാദ് കോക്കർ കേസ് കൊടുത്തതായും പ്രിയദർശൻ നഷ്ടപരിഹാരം നൽകിയതായും വാർത്ത വന്നിരുന്നു. എന്തായാലും ഈ സിനിമ അന്നത്തെ വൻ ഹിറ്റ് പടമായിരുന്നു. ഇന്നത്തെ തലമുറയും കണ്ടിരിക്കേണ്ട ചിത്രമാണ്. സുരേഷ് ഗോപിയുടെ ഡെനിസും, ജയറാമിന്റെ രവിശങ്കറും, കലാഭവൻ മണിയുടെ മോനായും, മഞ്ജു വാര്യരുടെ ആമി എന്ന അഭിരാമിയും, കൂടാതെ നിരഞ്ജൻ. മോഹൻലാലിന്റെ നിരഞ്ജൻ എന്ന കഥാപാത്രവും ബത്ലഹേമിലെ ആ സമ്മറിൽ മങ്ങാത്ത കാഴ്ചകളാണ്. മറ്റു കഥാപാത്രങ്ങളെ അപേക്ഷിച്ച് നിരഞ്ജൻ ഒരു അത്ഭുതമാണ്. അഭിനയത്തിന്റെ മാന്ത്രിക സ്പർശത്തോടെ അത് ഉജ്ജ്വലമാക്കാൻ മോഹൻലാലിന് സാധിച്ചു. ഇനി 4K മേന്മ കൂടിയാകുമ്പോൾ പുതിയ ബത്ലഹേം ഒളിക്കും. വീണ്ടും സമ്മർ ഇൻ ബത്ലഹേം.